ഹായ് ഹലോ സുഭാഷ് ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് ആണ്. ഫസ്റ്റ് കാർഡ് ഏസ് ഓഫ് കപ്സ്, സെക്കൻഡ് കാർഡ് ഏസ് ഓഫ് വൺസ്, തേർഡ് കാർഡ് 10 ഓഫ് വൺസ് ആണ്. ആൻഡ് നെക്സ്റ്റ് കാർഡ് ദ എംബറസ് 4 ഓഫ് കപ്സ്. ഓക്കെ, നൈറ്റ് ഓഫ് വൺസ് ആണ് ബോട്ടം ഓഫ് ഡെക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്, ഓവർഫ്ലോ ആണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ അവർ നിങ്ങൾക്ക് സ്റ്റാൻഡ് എടുക്കണം, നിങ്ങളിൽ വരണം, ന്യൂ ബിഗിനിങ് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ, നിങ്ങൾ ബ്രേക്കപ്പോ സിറ്റുവേഷനോ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനോ ആണെങ്കിൽ അവർക്ക് ആ ഒരു സിറ്റുവേഷൻ മറികടക്കാൻ ഒരു താല്പര്യമുണ്ട്. അതായത് ആ ഒരു ബാഡായ ഒരു ചിന്താഗതിയിൽ നിന്ന് മാറി ചിന്തിക്കണമെന്നും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ എംപ്രസ് ആയിട്ടാണ് അവർ കാണുന്നത്. 4 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ അവർ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ആരെന്ത് തന്നാലും അവരൊരു സോളിറ്റ്യൂഡ് ഒരു സിറ്റുവേഷൻ മൂഡിലാണ്. എന്താ പറയുക, അവരവരുടെ ഹീലിംഗ് പ്രോസസ്സിലാണ്. അവരവരുടെ ഉള്ളിൽ നിന്ന് അവരെ തികഞ്ഞ് കണ്ടെത്തുകയാണ്. അതായത് അവരുടെ സോളിനെ അറിയാണ്. ആ ഒരു സിറ്റുവേഷൻ മൂഡിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. ഓക്കെ, അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം, ആക്ഷൻ എടുക്കണം എന്നൊക്കെയുണ്ട്. പക്ഷേ അവർ ഈ ഒരു സിറ്റുവേഷനിലായതുകൊണ്ട് തന്നെ അവർക്കൊരു ന്യൂ ബിഗിനിങ് വേണം, നിങ്ങളോട് സംസാരിക്കണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിലത് അവർ ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അവരുടെ ഉള്ളിൽ തന്നെ സപ്രസ് ചെയ്ത് വെച്ച് അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി ചിന്തിക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിക്കുന്നത് സപ്പോർട്ടും കെയറിങ്ങും ആണ്. ആ ഒരു സപ്പോർട്ടും കെയറിങ്ങും നിങ്ങൾ നല്ല രീതിയിൽ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ അവർ നല്ല രീതിയിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്, അവരത് ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ അവർക്ക് നല്ല സ്നേഹവും കൊടുത്തിട്ടുണ്ടായിരിക്കാം. ആ ഒരു മെമ്മറീസിൽ അവർ സ്റ്റക്കാണ്, നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. യെസ്, ബാലൻസിങ് ആണ് വരുന്നത്. ദ ഹെർമിറ്റ് സത്യമാണ്. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ബാലൻസിൽ നിൽക്കുക. നിങ്ങൾ നിങ്ങളുടേതായ പവറിൽ നിന്നാൽ, നിങ്ങളിപ്പോൾ ഹെർമിറ്റ് മൂഡിലാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബാലൻസിൽ വരിക. നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ പവർ വിശ്വസിക്കുക. നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ പവർ ചിലവർക്ക് ഉണ്ടാവും. ആ ഇൻറ്റ്യൂഷൻ പവറിൽ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. നിങ്ങൾ